ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കൊട്ടിയൂർ അമ്പലത്തിലേക്കാണ്. എൻ്റെ കൂടെ ശില്പശങ്കർ, അതായത് എൻ്റെ ചേച്ചി, കനകലത ദേവി, അതായത് എൻ്റെ അമ്മ. അപ്പോൾ ഫുൾ നെയിം എനിക്കറിയില്ല. കൃഷ്ണനുണ്ണി വ്ളോഗ്. നമ്മളിപ്പോൾ കൊട്ടിയൂരേക്ക് 30 കിലോമീറ്റർ കൂടെ ഉണ്ട് ഇവിടുന്ന്. ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നു. ചേച്ചി ഞാനും പാട്ടിന് വേണ്ടി അടിയാണ് ഗൈസ്. പക്ഷെ ചേച്ചി വെക്കുന്ന പാട്ടൊന്നും ഹിറ്റാകുന്നില്ല, പക്ഷെ ഞാൻ വെക്കുന്ന പാട്ടൊക്കെ ഹിറ്റാണ്. ഇപ്പൊ നമ്മള് ഒരു കടയിൽ ചായ കുടിക്കാൻ വരുന്നത്. നമ്മൾ വരുമ്പോൾ ഇവിടെ വരെ തിരക്കുന്നുണ്ടായിരുന്നില്ല. ആൾക്കാരാണ്. ആദ്യം 3 പഴംപൊരി, പിന്നെ അപ്പോഴും ഞാൻ നമ്മളവസ്ഥ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ മാത്രല്ല വ്ളോഗ് കേട്ടോ. അപ്പോട്ടാ വ്ളോഗർ സാറിനെ ചായ എങ്ങനെയുണ്ട്, കാപ്പി എങ്ങനെയുണ്ട്? അത് എന്റെ കാപ്പിയല്ലേ ഗൈസ്, എന്റെ കാപ്പി എടുത്ത് കുടിക്കുന്നത് ഗൈസ്. ചേച്ചി കുറച്ച് താ ചേച്ചി. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? രതീഷ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ബ്ലോക്കാണ് ഗൈസ്, ഭയങ്കര ബ്ലോക്ക്. നമ്മള് നല്ല ബ്ലോക്കില്ലാത്ത വഴി പോവുമായിരുന്നു. പറഞ്ഞു ഈ വഴി പോടുന്നു. അപ്പൊ നോക്കുമ്പോഴേക്കും മുന്നിൽ ഫുൾ ബ്ലോക്കാണ് ഗൈസ്, ഒന്നും കാണൂല. അപ്പൊ ആൾക്കാരെന്ന് വെച്ചാൽ ആൾക്കാര് വണ്ടി സൈഡാക്കിയിട്ട് ഇപ്പൊ അങ്ങോട്ട് നടക്കുന്നതാണ്. അപ്പൊ നമ്മളും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത്. അമ്മേ സുന്ദരി കൊട്ടിയൂര് പൊതുവെ കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷമൊന്നും ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ വർഷം അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് പോയാ മതി. കടുവായക്കിടുവ പിടിക്കുന്നേ ഹംബംബോ മരയൊന്തിന് ചായം പൂശുന്നേ അയ്യ കമോൺ എവരിബഡി. കനവും പോയേ കളവും പോയേ കാനായി കുട്ടിച്ചാത്ത സ്വാഹ. KSRTC ബസ്സിൽ നിന്നൊക്കെ ആൾക്കാര് വരുന്നത്. കർണാടകക്കാര് കുറെ വന്നിട്ടുണ്ട്. ഇപ്പൊ നാട്ടിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നാളത്തോടെ ഇനി സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല, നാളെയും കൂടെ കയറാൻ പറ്റുള്ളൂ. ഈ വ്ളോഗ് നമ്മൾ പുറത്തിറക്കുമ്പോഴേക്കും ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മൾ അത്രയും വൈകിട്ടാണ്. മെല്ലനെ മെല്ലനെ ഉരുണ്ടാണ് വണ്ടി. മൊത്തം കർണാടക, ഫുൾ അടുത്ത കർണാടക വണ്ടി. ഇത് കേരള രജിസ്ട്രേഷൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് പുറത്തിറക്കുമ്പോഴേക്കും എനക്കൊന്ന് ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഉത്സവത്തിന്റെ ബാക്കി വിശേഷം ഞാൻ ഉത്സവത്തിനിടയ്ക്ക് എത്തിയിട്ട് പറയാം അല്ലേ. പൊന്നിച്ചിന്റെ അഭിപ്രായം എന്ത്? വ്ളോഗിൽ പൊന്നിച്ച അഭിപ്രായം പറയില്ല. അല്ലാതെ തീരെ സപ്പോർട്ടീവ് അല്ല ഗൈസ്. കർണാടക വണ്ടിയിലെ പൂരം വണ്ടി വർക്ക് ചെയ്തിട്ട് ഫുൾ കർണാടക. ഇനിയിപ്പോ അവിടെ പോയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഗൈസ് ആ ഡയലോഗ് അറിയെങ്കിൽ ബാക്ക് താഴെ കമന്റ് ചെയ്യ് ഗൈസ്. ആ ഡയലോഗ് അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യ് ഗൈസ്. അടുത്ത കർണാടക വണ്ടിയാണെന്ന് എൻ്റെ ഒരു നിഗമനത്തിൽ. അതെ, ഫുൾ കർണാടക ഗൈസ്. കർണാടക KA04 ബാംഗ്ലൂർ എന്നൊക്കെ ടീംസ്. ഫുൾ കർണാടക ഗൈസ്. നമ്മളിപ്പോ ബാംഗ്ലൂർ അല്ല കർണാടക എത്തിയൊരു ഫീൽ അടിക്കുന്നുണ്ട്. പക്ഷേ അല്ല ഗൈസ്, ഇത് കേരളം തന്നെയാണ്. ഗൈസ് വെള്ളച്ചാട്ടൊക്കെ ഉണ്ട്. പൊല്യൂഷന് കാരണം കണ്ടോ, ഒരു ബോട്ടിൽ ഒഴുകി വരുന്നുണ്ടോ? വെരി ബാഡ്. അത് ഞാൻ കാണും. ഞാനൊരു നിരീക്ഷണ വസ്തു.
നിരീക്ഷണം ചെയ്യുന്ന വ്യക്തി. സോറി, ഞാനൊരു നിരീക്ഷണം ചെയ്യുന്ന ഒരു വസ്തു. പ്രകൃതി സ്നേഹി കൂടിയാണ്. അതെ, അച്ഛൻ പറ. അതോടൊപ്പം പ്രകൃതി സ്നേഹി കൂടിയാണ്. ഒന്നുകൂടെ പറ. പ്രകൃതി സ്നേഹി. ഓക്കെ, ഞാനൊരു മലയുടെ കുന്ന്. അല്ല ഗൈസ്, അങ്ങനെയല്ല, എന്റെ ബ്ലോഗ് അലമ്പാക്കരുത് ഗൈസ്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മള് കൊട്ടിയൂർ അമ്പലത്തിലെത്തിയിട്ട് നമ്മൾ ബ്ലോഗ് എടുക്കുന്നതായിരിക്കും. കൊട്ടിയൂരപ്പന്റെ മകുടമാണ് ഗെയ്സ് ആ മലകൾ. എന്നോട് പറ. നമ്മുടെ കൊട്ടിയൂരപ്പന്റെ മകുടമാണ് ആ ഗെയ്സ് മലകൾ. പറയാ എന്നാ മതി. ലൈൻ കട്ടായി ഗൈസ്. അപ്പൊ ബാക്കി വിശേഷങ്ങള് നമ്മള് കൊട്ടിയൂർ അമ്പലത്തിൽ എത്തിയിട്ട് പറയുന്നത് ഗൈസ്. ഫുൾ ചളി എന്ന് പറഞ്ഞാൽ ഫുൾ ചളി. പക്ഷെ അമ്പലത്തിലെത്തി. ഞാൻ ബാക്കി വിശേഷം അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടാകുമ്പോ പറ്റുമെങ്കിൽ പിന്നെ തിരക്കായല്ലേ. അച്ഛനും ഒട്ടനും മുന്നിലെത്തി. നമ്മളെ കാത്തു നിൽക്കുന്നത്. പിന്നെ ചെണ്ടമേളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം എന്താണെന്ന് എനിക്കറിയാം. ഈ അമ്പലത്തിൽ ഇതെന്തുകൊണ്ടാ വെച്ചാൽ ചേച്ചി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പരിപാടി എങ്ങനെ വെച്ചാൽ ഇവിടെ പണ്ട് സതി ജീവത്യാഗം ചെയ്ത സ്ഥലമാണ്. ലക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ അമ്പലം. ഉള്ളിലൊന്നും കാണിക്കാറില്ല, കാരണം എൻ്റെ പുള്ളിക്കാരൻ വിലക്കി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കാണിച്ചുതരാം. ഒരു 5 മിനിറ്റ് തൊഴാൻ വേണ്ടിയിട്ട് അങ്ങ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് നിന്നും വടകരയൊക്കെ ഇഷ്ടം പോലെ ബസ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് തൊഴാൻ പറ്റില്ല. ഇവിടെ ഇപ്പം ക്യൂ ആണ് വലിയ. ആ സൈഡിൽ കാണാം അങ്ങ് ക്യൂ ആണ്. അപ്പോൾ അകത്തേക്ക് തൊഴാനുള്ള ക്യൂ ആണ്. അപ്പോൾ അത് ഫുള്ള് ചെയ്ത് ഒരു സ്വയംഭൂ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരു വിഗ്രഹമുണ്ട്. സ്വയംഭൂ ഞാൻ കണ്ടില്ല. അപ്പോൾ വിഗ്രഹമുണ്ട്. അപ്പോൾ അതും തൊഴാനാണ് ആൾക്കാർ അത്രയും ദൂരത്തു നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അമ്മക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മൾ വന്ന പോലെയല്ല, ഇപ്പോൾ തിരക്ക് കൂടി. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ ഇത് വ്ലോഗ് ആയാൽ നമുക്ക് കാണാം, ഇല്ലെങ്കിൽ ഇതെൻ്റെ ഫോണിൽ തന്നെ കാണാം. അല്ല ചേച്ചി? അതെ. ബൈ ഗായ്സ്.